ചിക്കൻ തവിയെല്ലാം നമ്മുടെ ഫാമിലിയിൽ ഒരു ചെറിയ ഫംഗ്ഷനാണ്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. ചേച്ചിയുടെ കുഞ്ഞാവരെ തൊട്ടിലൂക്കലാണ്. അപ്പം ഞാനിവിടെ കിടന്ന് വെറുതെ ഷോ ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പിള്ളേരൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാരെല്ലാവരും കൂടി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ണ് തുറക്കുമ്പോഴേക്കും വന്ന് കാണുന്നത് ഇതാണ്. അപ്പോഴേക്കും ചിക്കനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മസാലയൊക്കെ പുരട്ടിയിട്ട് പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം വേണ്ട പച്ചക്കറിയെല്ലാം അവർ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പണി ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ നമുക്കൊരു 11 മണിയാകുമ്പോഴേക്കെല്ലാം റെഡി ആവണം. 12 മണിയാകുമ്പോഴേക്കും നമുക്കെല്ലാം റെഡി ആവണം. അപ്പോൾ അങ്ങനെ ഇവർ രാവിലെ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് സെക്കൻഡ് റൗണ്ട് ചിക്കൻ പൊരിക്കാനിടാണ്. അപ്പം നമ്മളതിൻ്റെ കൂടെ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തുകൊണ്ടും അലമ്പാക്കിക്കൊണ്ടും നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പറ്റാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് മുറിച്ചിട്ട്. പിന്നെ ഇടയ്ക്ക് ചെറിയ കൈ സഹായങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ. വീട്ടുകാരെല്ലാവരും കൂടി കൂടുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണല്ലേ. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് പരിപാടി ആഘോഷിക്കാമെന്ന് കമൻറ്റ് ചെയ്ത് പറയട്ടോ. എല്ലാവരും കൂടെ ഒന്ന് അറിയട്ടെ. അപ്പോൾ ഉള്ളി നമ്മൾ ആദ്യം തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ കരിയാമ്പില ഇട്ടു. റെസിപ്പിയെല്ലാം അങ്ങനെ ഫുള്ളായിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയില്ല കേട്ടോ. കണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനം എടുത്തിട്ട് വരുമ്പോഴത്തേക്കും അതിൽ തക്കാളിയും കരിയാമ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. കരിയാമ്പില നേരത്തെ ഇട്ടാണല്ലോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വന്ന കരളില്ലേ, ചിക്കൻ്റെ കരളെല്ലാം കൂടിയിട്ട് അത് നമ്മൾ റോസ്റ്റ് പോലെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ തക്കാളിയും ഉരുളക്കിഴങ്ങും തന്നെ ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് അതിന് കുറച്ച് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കരളിട്ടു. അതിന് ശേഷം കുറച്ച് വെള്ളം ഇട്ടിട്ട് അങ്ങനെ ചെറുങ്ങനെ ഒരു റോസ്റ്റ് പോലെ ആക്കിയെടുത്തു. പിന്നെ കറി റെഡി ആയിട്ടാകുമ്പോൾ നമ്മൾ രാവിലത്തെ ചായ കുടിച്ചു. ഇതിൻ്റെ കൂടെ സാമ്പാറും കൂടി കൂട്ടിയിട്ട് ഇഡ്ഡലി അയച്ചു. അപ്പോൾ ചായ കുടിക്കാനൊക്കെ ഫുള്ള് തിരക്കായിരുന്നു. നമ്മൾ പിള്ളേരെല്ലാം കൂടി റെഡി ആവണമല്ലോ. അപ്പോൾ പുറത്ത് വന്നപ്പോഴേക്കും അവിടെ ഒരു ചെടിയിൽ ഒരു പക്ഷി കൂട് കെട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനകത്ത് പക്ഷിയും മുട്ടയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് പോയി. അപ്പം അതിലേക്ക് മുളക് ഇടുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശം. പക്ഷേ എന്താവുമെന്ന് അറിയില്ല. പിന്നെ കുറച്ച് പേസ്റ്റ് അരച്ച് വെച്ചതുണ്ടായിരുന്നു. വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകൊക്കെ ഇതാക്കിയിട്ടുള്ള ആ പേസ്റ്റും കൂടി അതിനകത്ത് ഇട്ടു. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം പിന്നെ മസാലയാണ്. മസാല എന്ന് വെച്ചാൽ അത് നമ്മൾ അളവിനനുസരിച്ചിടണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ഫ്രൈ ചെയ്തത് വെറുതെ എടുത്ത് തിന്നുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും, നേരത്തെ മല്ലിപ്പൊടിയാണ് ഇട്ടത്, പിന്നെ മുളക് പൊടിയും, പിന്നെ അതെല്ലാം മിക്സ് ആയിട്ടാകുമ്പോൾ കുറച്ച് വെള്ളം റെഡിയാക്കി വെച്ചു മുമ്പേ തന്നെ. പിന്നെ ബാക്കി മസാലയും കൂടി ഇട്ടു. ചിക്കൻ മസാലയും പിന്നെ കുരുമുളക് ആയിട്ടില്ല. പിന്നെ ബാക്കി മസാലയും എല്ലാം കൂടി ഇട്ടു. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചതുണ്ടായിരുന്നു. തേങ്ങ മാത്രം, അതിൽ മസാലയൊന്നും ഇടാതെ തേങ്ങ മാത്രം വറുത്തിട്ട് അരച്ചത് അതും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ മസാല റെഡിയായി. പിന്നെ മസാല കുറച്ച് ഇങ്ങനെ ചൂടായിട്ട് വന്നിട്ടാകുമ്പോൾ നമ്മളതിൽ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ എന്നിട്ട് നമ്മൾ ചിക്കൻ ഇട്ടു അതിലത്തേക്ക്. ചിക്കൻ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചാണല്ലോ. അങ്ങനെ എന്നിട്ട് അത് നമ്മൾ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തതാണ്. രണ്ടാമത് ഫ്രൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇട്ടത്. അതുകൊണ്ടാണ് അവിടെ കളർ വ്യത്യാസം കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി അവിടെ ഏകദേശം റെഡിയായി. അപ്പോൾ നമ്മൾ അപ്പുറത്ത് വേറൊരു ചെമ്പും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചോറ് റെഡിയാകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വേറെ എന്തെല്ലോ എസൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി എനിക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ കൂടെ നെയ്ച്ചോറിന് പിന്നെ മെയിനായിട്ട് നെയ്യാണല്ലോ വേണ്ടത്. അപ്പം നെയ്യ് കുറേ ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒക്കെ അതിലൊഴിച്ചൊരു ചെറിയ എന്തോ സാധനമാണ് അത് കാണിച്ചത് ഞാനിപ്പം. എന്തോ എസൻസാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ കറി റെഡിയായത് നോക്കുകയാണ്. നമ്മളപ്പുറം പോയ ഗ്യാപ്പിലാണ് ഇവർ വാങ്ങി വെച്ചത്. അപ്പം നോക്കുകയാണ്. പിന്നെ ഇപ്പോൾ ദമ്മ് ഒക്കെ റെഡി ആവുന്നുണ്ടായിരുന്നു. ദമ്മ് എന്നല്ലേ അതിന് പറയാം. അതിൻ്റെ മുകളിൽ കനലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പിള്ളേർ അവിടുന്ന് പായസത്തിനെ പറ്റി ചോദിച്ചാൽ തോന്നുന്നു മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു കൊണ്ടുവന്നിട്ട്. അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ കയ്യിൽ കുറച്ചേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളെല്ലാവരും കൂടി അത് കുടിച്ച് നോക്കി. വേറെയും കുറേ പടിയുണ്ട് കേട്ടോ. ഇത് അടുക്കള ഭാഗത്ത് നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അപ്പുറ സൈഡുണ്ട്, ഫ്രണ്ട് സൈഡിലെല്ലാം. അപ്പോൾ ഒരാൾ ഓരോ പണിയിലാണ്. എല്ലാവരും റെഡി ആവുന്നതൊക്കെ തിരക്കിലാണ്.
അപ്പം അങ്ങനെ പായസം ഒരു വശത്ത് റെഡി ആവുന്നുണ്ട്. പായസം ഇവരുടെ ഡ്യൂട്ടിയാണ്. പായസം മൂത്തയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പായസം കാണുമ്പോൾ തന്നെ ഒരു മധുരം ഇങ്ങനെ തോന്നൂലേ. പിന്നെ കച്ചമ്പർ ഉണ്ടായിരുന്നു. കച്ചമ്പറിൻ്റെ സാധനങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് തൈര് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. തൈര് ആഡ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ ഞാൻ വെറുതെ തുറന്ന് നോക്കുന്നതാണ്. വെറുതെ ഇരിക്കട്ടെ ഒരു ഷോ. അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഇങ്ങനെ നല്ല സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അയ്യ അങ്ങനെ അപ്പം അങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി തരുമ്പോൾ അവർക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ ഞാൻ നോക്കാൻ പറഞ്ഞ് ഞാൻ വാങ്ങി. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം ഞാനപ്പം തന്നെ എല്ലാം റെഡിയായി ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മല്ലിയിലയും പിന്നെ നമ്മൾ ഉള്ളി എല്ലാം വറുത്ത് വെച്ചതൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി വിതറി കൊടുത്തു. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്കായിട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ തന്നെയാണ് കേട്ടോ പാചകമൊക്കെ. അപ്പം ഞാൻ എന്നെ തന്നെ സ്വയം ഇങ്ങനെ ടെസ്റ്ററായിട്ട് നിയോഗിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചിക്കൻ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബാക്കിൽ കുറേ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മസാല നല്ലോണം അറിയുന്നു. മസാല ഇല്ലേ, മസാല അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ 2 സൈസ് അച്ചാറുണ്ടായിരുന്നു. കണ്ണിമാങ്ങ അച്ചാറുണ്ടായിരുന്നു, പിന്നെ നമ്മളെ നോർമൽ അച്ചാറുണ്ടായിരുന്നു, പിന്നെ കച്ചമ്പറും ചിക്കൻ കറിയും കൂടി കൂട്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. പിള്ളേരെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കാറിഞ്ഞിട്ട് അങ്ങനെ കുറേ സമയം കഴിഞ്ഞിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തൊട്ടിൽ കിടത്തി നമ്മൾ കുഞ്ഞാവ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ മെയിൻ കോൺസെൻട്രേഷൻ ഫുഡിലായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ നല്ല ആഡംബരമായിട്ടുള്ള ഒരു പായസവും പിന്നെ പപ്പടം ഞാൻ മറ്റേ ചോറിൻ്റെ നിസ്കിയതാണ്. അങ്ങനെ നമ്മൾ പായസവും കുടിച്ചു. നമ്മുടെ പരിപാടി അവസാനിപ്പിച്ചു.